കേന്ദ്രത്തിലെ ബി.ജെ.പി. നേതാക്കൾ കൂട്ടത്തോടെ കേരളത്തിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ രാജ്നാഥ് സിംഗും കൊല്ലത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത. എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേരളത്തിൽ കൊല്ലം, കോട്ടയം, പാലക്കാട് മണ്ഡലങ്ങളിലായിരിക്കും രാജ്നാഥ് സിംഗിന്റെ പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. കൊല്ലം കന്റോൺമെന്റ് മൈതാനിയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ.വി. സാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തതിന് ശേഷം കോട്ടയത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പി.സി. തോമസിന്റെ പ്രചാരണത്തിനായി കോട്ടയത്തും, പാലക്കാട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിനായി പാലക്കാട്ടും രാജ്നാഥ് സിംഗും എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. കേന്ദ്ര നേതാക്കളെ എത്തിച്ച് പ്രചാരണത്തിൽ ഒരു ലാപ്പ് മുൻപിലെത്താനുള്ള ശ്രമത്തിലാണ് എൻ.ഡി.എ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വീണ്ടും എത്തുന്നുണ്ട്. ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ എത്തിയാൽ രാജ്യദ്രോഹ നിയമം കൂടുതൽ കർശനമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് വലിയ വാർത്തയായതിന് പിന്നാലെയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ രാജ്യദ്രോഹ നിയമം എടുത്തു കളയുമെന്ന് പ്രതിപാദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലായിരുന്നു രാജ്നാഥ് സിംഗിന്റെ നിലപാട്. പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനത്തെ രൂക്ഷമായാണ് രാജ്നാഥ് സിംഗ് വിമർശിച്ചത്. ഇന്ത്യയെ ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മാപ്പ് കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നും രാജ്നാഥ് സിംഗ് ചോദിക്കുന്നു. രാജ്യദ്രോഹ കുറ്റം ഇല്ലാതാക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് അങ്ങനെയൊരു സൂചനയല്ല നൽകുന്നത്. എൻ.ഡി.എ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യദ്രോഹ കുറ്റത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കുക തന്നെ ചെയ്യുമെന്നും രാജ്നാഥ് സിംഗ് അറിയിക്കുന്നു. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞതിന്റെ അലയൊലികൾ അടങ്ങിയിരുന്നില്ല. അതിനു മുൻപാണ് ആ അലയൊലികൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്കും എത്തിയിരിക്കുന്നത്. രാജ്യത്തെ അഴിമതി ഇല്ലാതാക്കാൻ മോദി സർക്കാരിന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് എൻ.ഡി.എ സർക്കാർ ആരംഭം കുറിച്ചു കഴിഞ്ഞു. രാജ്യത്തോടുള്ള മോദിയുടെ പ്രതിബദ്ധതയും സമഗ്രതയും ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാനാവുന്നതല്ലെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. ഏതായാലും കേന്ദ്ര നേതാക്കളെ കൂട്ടത്തോടെ കേരളത്തിൽ എത്തിച്ച തെരഞ്ഞെടുപ്പ് രംഗത്തിന് കൂടുതൽ കൊഴുപ്പുണ്ടാക്കുകയാണ് ബി.ജെ.പി. ഇതൊക്കെ നേട്ടമായി മാറും എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കൊല്ലത്ത്, പാലക്കാടും ഒക്കെ രാജ്നാഥ് പ്രചാരണത്തിനെത്തുമ്പോൾ അത് വലിയ ആവേശമുണ്ടാക്കുമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വിലയിരുത്തൽ. കോഴിക്കോട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ കണ്ട ആവേശക്കടൽ അത് കൊല്ലത്തും പാലക്കാടുമൊക്കെ ആവർത്തിക്കും. രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ കേൾക്കാൻ പ്രവർത്തകർ തടിച്ചുകൂടും എന്ന് തന്നെയാണ് ബി.ജെ.പി. കണക്കുകൂട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് മറ്റ് കേന്ദ്രമന്ത്രിമാരെ കൂടി കേരളത്തിലെത്തിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നത്.